കൊല്ലം ആയൂരിൽ ഇന്നലെ ഗതാഗത മന്ത്രി കൈകാണിച്ചു നിർത്തിയ KSRTC ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുമില്ലെന്ന് കണ്ടെത്തൽ. പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ടതിന്റെ പേരിൽ മന്ത്രിയുടെ ശകാരം ഏറ്റുവാങ്ങിയ ബസ്സിന് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാതായിട്ട് 1.5 മാസം. 2025 ഓഗസ്റ്റ് മാസം 7-ാം തീയതി കാലാവധി കഴിഞ്ഞുവെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ഇവരുമായി മനോജ് ചേരുകയാണ്. മനോജ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പോലും ഇല്ല ഈ ഒരു ബസ്സിന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ? ഇന്നലെ പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്യാൻ അത്തരത്തിലുള്ള നിർദ്ദേശം മാത്രമാണ് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തിനുമുണ്ടായതല്ലേ? KP ശരിയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാറിൻ്റെ വീഡിയോ വൈറലായിരുന്നു. അതായത് ആദ്യം വൈറലായത് തിരുവനന്തപുരത്ത് മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ചിട്ട് ഒരു പരിപാടിയിൽ ആൾ കുറഞ്ഞു പോയതിന് ഉദ്യോഗസ്ഥരെ ശകാരിച്ചതായിരുന്നു. അതിനു പിന്നാലെയാണ് പിറ്റേ ദിവസം ഈ ആയൂർ ഭാഗത്ത് വെച്ച് മന്ത്രി വാഹനത്തിൽ പോകുമ്പോൾ ഒരു KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ് വരുന്നു. അതിനെ പിന്തുടർന്ന് മുന്നിലെത്തി തടഞ്ഞു നിർത്തിയിട്ടാണ് ഈ പ്ലാസ്റ്റിക് കുപ്പികൾ, അതായത് ബസ്സിൻ്റെ മുൻവശത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ കിടക്കുന്നത് കണ്ട് ജീവനക്കാരെ, ഡ്രൈവറെയും കണ്ടക്ടറെയും ഉൾപ്പെടെ വിളിച്ച് പുറത്തേക്ക് ഇറക്കി വലിയ രീതിയിൽ ശകാരിച്ചത്. ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇതൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോൾ എല്ലാവരും തന്നെ മന്ത്രിയെ വലിയ രീതിയിൽ ട്രോളുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് എല്ലായിടത്തും ക്യാമറ കൊണ്ടുപോയി വൺ മാൻ ഷോ കാണിക്കുവാനുള്ള ഒരു തന്ത്രമാണ് മന്ത്രിയുടേത്. അതോടൊപ്പം തന്നെ മന്ത്രി ഒരു നടൻ കൂടെ ആയതുകൊണ്ട് തന്നെ കൃത്യമായും എങ്ങനെയാണ് ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കേണ്ടത് എന്നുള്ള കാര്യം മന്ത്രിക്ക് അറിയാമെന്നുള്ളതൊക്കെ തന്നെയാണ്. എന്തായാലും അതിനു പിന്നാലെ ഇത്രയും സംഭവം നടന്നതിന് പിന്നാലെയാണ് ഇതിൻ്റെ RC രേഖകളടക്കം പരിശോധിക്കുമ്പോൾ ഇതിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് ഉള്ളത് മനസ്സിലാകുന്നത്. അതായത് KSRTC ബസ് 1.5 മാസക്കാലം ഈ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിരത്തിൽ ഓടി എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷണമൊന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ ഈ RC രേഖകൾ പരിശോധിക്കാൻ മന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഉയരുന്ന വിമർശനം. ജീവനക്കാരെ ഇത്തരത്തിൽ ശകാരിച്ച് ഈ ബസ്സിന് മുന്നിൽ നിന്ന് ഷോയൊക്കെ കാണിക്കുമ്പോൾ കൃത്യമായും ആ ബസ് നിരത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ അതിന് വേണ്ട മറ്റ് സംവിധാനങ്ങളെ കൂടെ പരിശോധിക്കണമെന്നുള്ള കാര്യമാണ്, ആ ഒരു ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. KSRTCയെ സംബന്ധിച്ചിടത്തോളം നിരവധി ബസ്സുകളുണ്ട്. അതിലൊക്കെ തന്നെ നമ്മൾ മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള കാര്യമൊക്കെ. എന്നാൽ ഇതിലൊന്നും കൃത്യമായിട്ടുള്ള പരിശോധന നടത്താതെ ജീവനക്കാർക്ക് മേൽ ഇത്തരത്തിലുള്ള ശകാരിക്കുക എന്നുള്ള കാര്യത്തിലേക്കാണ് മന്ത്രി പോയിട്ടുള്ളത്. എന്നിട്ട് താൻ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ബൈറ്റൊക്കെ നൽകി. അതായത് മന്ത്രി എവിടെ പോയാലും ഒരു ക്യാമറ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അതായത് പെട്ടെന്ന് മന്ത്രി ആ വാഹനം തടഞ്ഞു നിർത്തി ശകാരിക്കുമ്പോൾ പോലും അത് കൃത്യമായും ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. അത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അതിനു പിന്നിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ കൂടെ ഉണ്ട് എന്ന് മന്ത്രി ഓർമ്മിക്കുന്നത് നന്നായിരിക്കുമെന്നുള്ളതാണ് ജനങ്ങൾ. ഒരു ഷോ മാത്രമാണ് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തിനും ഉണ്ടായത്. അതായത് ചെറിയ കുറ്റങ്ങൾക്ക് പോലും ഉദ്യോഗസ്ഥരെ പഴിച്ചായിരുന്ന മന്ത്രി അടക്കം ഇടപെട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയത്തിലും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതിൽ ഉദാസീനത പുലർത്തുകയാണ് എന്ന് വേണം ഈ ഒരു കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ? തീർച്ചയായും അതുതന്നെയാണ്. അതായത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ KSRTCയുമായി ബന്ധപ്പെട്ട് കൃത്യമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കാതെ സാധാരണ ജീവനക്കാർക്ക് മേൽ ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ചുമത്തി അവർക്ക് മേൽ നടപടിയെടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പരിപാടിയിൽ ആൾ കുറവായതിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി, KSRTC ബസ്സിന് മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പി ഇട്ടതിൽ ആ ജീവനക്കാർക്കെതിരെ നടപടി, അങ്ങനെയുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഈ ബസ്സുകൾ നിരത്തിൽ ഇറങ്ങണമെങ്കിൽ അതിനു വേണ്ട സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത ഈ ബസ് 1.5 മാസക്കാലം ഈ റോഡിൽ ഓടിയിട്ട് മന്ത്രി അറിഞ്ഞില്ല എന്നുള്ളതാണ്. അതിൽ തന്നെ KL 15 A0209 എന്നുള്ള ബസ്സാണ്, ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. അതിൻ്റെ ഈ ഓഗസ്റ്റ് 7-ാം തീയതി ഇതിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇത് പുതുക്കിയിട്ടില്ല. ഇത്തരത്തിൽ പുതുക്കാനാവാത്ത ഒരു ബസ്സാണ് നിരന്തരം സർവീസ് നടത്തുന്നത്. ഇത് ജീവനക്കാർ തന്നെ പുറത്തുവിടുന്ന വിവരങ്ങളാണ്. അതായത് അവർക്ക് നൽകുന്ന വാഹനങ്ങളുടെ ഔദ്യോഗിക കാര്യങ്ങൾ അതിൽ പോലും, അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലും അതിൽ കൃത്യത പാലിക്കാൻ കഴിയാത്ത ഈ ഒരു വകുപ്പാണ് ജീവനക്കാർക്ക് മേൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ, അതായത് കുപ്പിയിട്ടു അതോടൊപ്പം തന്നെ ആൾ കുറഞ്ഞു എന്നുള്ള പേരിലൊക്കെ നടപടി സ്വീകരിക്കുന്നത്. എന്തായാലും മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളാണ് മന്ത്രി കാഴ്ചവെക്കുന്നത് അല്ലെങ്കിൽ മന്ത്രി നടപ്പിലാക്കുന്നത് എന്നുള്ള ആ ഒരു പ്രചരണം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു ഇടപെടൽ
ഇടപെടലാണ് മന്ത്രിയുടെ ഭാഗത്തിനും ഉണ്ടാകുന്നത് എന്നുള്ള വിമർശനമാണ് ശക്തമാകുന്നത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.